നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 1 വെള്ളി, കർക്കിടകം 16-ാം തീയതി. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. പ്രോസിക്യൂഷൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതൊക്കെ വളരെ ശ്രദ്ധേയമായ ചോദ്യങ്ങളാണ്. അതുപോലെ വലിയ പ്രതിഷേധം അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതടക്കം വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. നമസ്കാരം. മോർണിംഗ് ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. സഭാ നേതൃത്വമാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹർജി നൽകുന്നത്. കന്യാസ്ത്രീകൾ ജയിലിലായിട്ട് ഇന്നേക്ക് 8 ദിവസമാകുന്നു. സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷയെ വീണ്ടും എതിർക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. എതിർക്കില്ലെന്ന് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ നേതാക്കളോട് പറഞ്ഞിരുന്നു. ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സഭാ നേതൃത്വമുള്ളത്. അജീഷ് ജയകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഒരു വല്ലാത്ത അനിശ്ചിതത്വത്തിലായിരുന്നു. പക്ഷെ അതിനുശേഷം ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആ ഉറപ്പിൽ തന്നെ പ്രതീക്ഷയിലാണ് ഇന്നിപ്പോൾ സഭാ നേതൃത്വം. ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനാണ് തീരുമാനമായത്. പറയൂ വിവരങ്ങൾ. അസ്മിത അറിയിച്ചിട്ട് എന്തായാലും ഇന്ന് ഈ സഭയും ഒപ്പം തന്നെ കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് ആ ദിവസം കാത്തിരിക്കുന്ന എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. ഇന്ന് ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. ഹൈക്കോടതി ഇത് തുറക്കുന്ന സമയം അല്ലെങ്കിൽ കോടതി സമയം തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ഹർജി സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ തന്നെ മുൻ അഭിഭാഷകനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കൂടിയായ അമൃതോൻ ദാസാണ് ഈ കേസ് ഈ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അമിത്ഷായുടെ കഴിഞ്ഞ ദിവസം നൽകിയ ആ വാക്ക് അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഈ സഭയും അതേപോലെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളടക്കം മുന്നോട്ട് പോകുന്നത്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സെഷൻസ് കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട് അത് തന്നെ ഹൈക്കോടതിയിലും സ്വീകരിക്കുമോ എന്നതാണ്. എന്തായാലും അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അമിത്ഷാ നൽകിയ ഉറപ്പിലുള്ള ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ ഹർജി നൽകിയാൽ ഉടനെ ഈ കേസ് പരിഗണിക്കാനുള്ള ഒരു സാധ്യത അത് അവർ കാണുന്നില്ല. ഇന്ന് കോടതി കേസ് ലിസ്റ്റ് ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ 2-3 ദിവസമെങ്കിലും എടുക്കും ഇവരുടെ മോചനത്തിനായി. ഏതെങ്കിലും കേസിൽ വാദം വന്ന് സർക്കാരിന്റെ നോട്ടീസ് അയച്ച് അതിനുശേഷം ഒരു തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് കന്യാസ്ത്രീകളുടെ മോചനം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബജ്രംഗ് ദൾ അവരുടെ അഭിഭാഷകൻ പറയുന്നത് തങ്ങൾ ഈ കേസിൽ എന്തായാലും ഹൈക്കോടതിയിൽ ഹർജി എത്തുമ്പോൾ തങ്ങൾ ഈ എതിർക്കും, തങ്ങളുടെ എതിർവാദം ഉന്നയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അത് ഈ കേസിലെ ഈ മൊഴി ഈ ബജ്രംഗ് ദൾ പറഞ്ഞത് ഈ 3 പെൺകുട്ടികളിൽ ഒരാൾ ഈ മൊഴി നൽകിയിരുന്നു ഈ കന്യാസ്ത്രീകൾക്കെതിരെ എന്നുള്ളതാണ്. ആ പെൺകുട്ടിയുടെ പ്രതികരണമാണ് ഇന്നലെ പുറത്തു വന്നിരുന്നത്. ആ പെൺകുട്ടി പറയുന്നതനുസരിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയാണ് തങ്ങളെ കൊണ്ട് മൊഴി മാറ്റിയത് എന്നായിരുന്നു ആ പെൺകുട്ടി ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ മൊഴി. മാത്രമല്ല ഇതിലെ ബജ്രംഗ് ദൾ നേതാവായിട്ടുള്ള ജ്യോതി ശർമ്മ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. പോലീസിനെ കൊണ്ട് നിർബന്ധിച്ചാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയാണ് ഈ ഗുരുതരമായ 2 വകുപ്പുകൾ ചുമത്തിയതെന്നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഈ പെൺകുട്ടി ഉന്നയിച്ചത്. എന്തായാലും ഈ കേസിൽ ഏറെ നിർണായകമാകാൻ പോകുന്നത് ഈ പെൺകുട്ടിയുടെ പ്രതികരണമാണ്. ആ പെൺകുട്ടി ഈ 3 പെൺകുട്ടികളും സർക്കാരിന്റെ സംരക്ഷണയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മാതാപിതാക്കൾക്കൊപ്പം നാരായൺപൂർ ഗ്രാമത്തിലേക്ക് ഈ പെൺകുട്ടികളെ വിട്ടത്. അതിനുശേഷമാണ് ഈ പ്രതികരണം നടത്തിയത്. എന്തായാലും ഇവരുടെ ഒരു മൊഴി എന്ന് പറയുന്നത് ഈ കേസിൽ ഏറെ നിർണായകമാണ്. അവരുടെ മൊഴി കൂടി അനുകൂലമായതോടെ എന്തായാലും കോടതിയിൽ ഇത് കന്യാസ്ത്രീകൾക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്ന് തന്നെയാണ് ഈ സഭയും കുടുംബാംഗങ്ങളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി നൽകും. അതിനുശേഷം ഇവർ മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ ഹൈബി ഈഡൻ, അതേപോലെ തന്നെ കൊടിക്കുന്നിൽ സ്വദേശി രാജ്മോഹൻ ഉണ്ണിത്താൻ, ആന്റോ ആന്റണി തുടങ്ങിയ എംപിമാരും എത്തുന്നു. LDFന്റെ ഭാഗത്ത് നിന്ന് PK ശ്രീമതി ടീച്ചർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഇന്ന് ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണുകയും ചെയ്യും. ശരി, അജീഷ് ജയകുമാർ ഛത്തീസ്ഗഡിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. TP കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദു ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. വയനാട് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിലാണ് പരോൾ ഇപ്പോൾ റദ്ദു ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, വിവരങ്ങൾ. അരുൺ പൂപ്പറമ്പ.
റീജിത്ത്, ജൂലൈ 21-നാണ് TP കേസ് പ്രതിയായിട്ടുള്ള കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോള് അനുവദിച്ചത്. അത് വീട്ടിലുണ്ടായിരുന്ന അമ്മക്ക് അസുഖം ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരോൾ അനുവദിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പരോൾ അനുവദിക്കുന്ന ഘട്ടത്തിൽ പരോൾ എടുത്ത് എവിടെയാണ് പോവുക, എവിടെയാണ് ഉണ്ടാവുക, ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉണ്ടാവുക എന്ന് അവിടെ അറിയിക്കണം, ജയിലിൽ അറിയിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊടിസുനി അറിയിച്ചത് വയനാട് മീനങ്ങാടിയിലാണ് ഉണ്ടാവുക എന്നതാണ് കൊടിസുനി അറിയിച്ചത്. അതിനുശേഷമാണ് പരോൾ ലഭിച്ചു പോവുകയും ചെയ്തത്. പക്ഷെ എന്നാൽ ഇയാൾ മീനങ്ങാടിയിൽ ഉണ്ടായില്ല, കൊടിസുനി മീനങ്ങാടിയിൽ ഉണ്ടായില്ല എന്നതാണ് മീനങ്ങാടി CIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിസുനിയുടെ പരോൾ റദ്ദ് ചെയ്തിപ്പോൾ തിരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇന്നലെ പുറത്തു വന്ന വിവരം, കൊടിസുനിക്ക് തലശ്ശേരി കോടതിയിൽ ഈ മദ്യപിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ അവസരമൊരുക്കി നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തി 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കണ്ണൂർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ 3 സിവിൽ പോലീസ് ഓഫീസേഴ്സിനെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തത്. ഇത് നേരത്തെ തന്നെ ഈ വിവരം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഈ പരോൾ റദ്ദ് ചെയ്തത് എന്നതിനും സാധ്യതയുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അടിയന്തര പരോൾ അനുവദിച്ച് പോയ കൊടിസുനിയെ നിലവിൽ തിരിച്ചു വിളിച്ചിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ജയിൽ അധികൃതർ ഉൾപ്പെടെ പറയുന്നത് ഈ പരോൾ ലഭിച്ചു പോകുന്ന ഘട്ടത്തിൽ ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉണ്ടാവുക എന്ന് രേഖാമൂലം അറിയിക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചത് മീനങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ, അവിടെയാണ് ഈ 15 ദിവസവും ഉണ്ടാവുക എന്നതാണ്. നേരത്തെ തന്നെ കൊടിസുനിക്ക് കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. അത് ഈ മാഹി ഇരട്ടക്കൊലപാതക കേസിൽ. ഒരു കാര്യം ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ മദ്യം കൈമാറി, മദ്യം എത്തിച്ചു നൽകി എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ വന്നത്. അത് എപ്പോൾ സംഭവിച്ച കാര്യമാണ്? അപ്പോൾ ഇന്നിപ്പോൾ ഈ വാർത്ത വരുമ്പോൾ ഇതിന് മറ്റൊരു കാരണം പറയുന്നു, മീനങ്ങാടിയിൽ ഉണ്ടാകുമെന്ന ജാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ പരോൾ വ്യവസ്ഥ, ജാമ്യവ്യവസ്ഥയല്ല പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഇത് രണ്ടും നമുക്ക് ചേർത്ത് വായിക്കുമ്പോൾ എപ്പോഴാണ് ഈ മദ്യം എത്തിച്ചു നൽകി എന്ന സംഭവം ഉണ്ടായത്? അതിനൊരു നടപടിയും ഉണ്ടായിട്ടുണ്ടല്ലോ. കൊടിസുനിക്ക് നേരത്തെ തന്നെ ഈ കണ്ണൂർ, കോഴിക്കോട്, അതായത് പരോൾ ലഭിച്ചാൽ പോലും കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. മാഹി ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ 2 മാസമായി ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടന്നു വരികയാണ്. ആ വിചാരണയ്ക്ക് എത്തുന്നതിന് മാത്രമാണ് ഒരു ഇളവ് കൊടിസുനിക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 17-നാണ് തലശ്ശേരി സെഷൻസ് കോടതിയിൽ കൊടിസുനി എത്തിച്ച ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇയാൾ മദ്യപിച്ചു, അവിടെ കോടതിക്ക് സമീപമുള്ള ഒരു ഹോട്ടലിൽ കയറി മദ്യപിച്ചു എന്ന വിവരം ലഭിച്ചത്. അതിന് ചില പരാതികളും കമ്മീഷണർക്ക് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ അന്വേഷണം, വകുപ്പ് തല അന്വേഷണം നടത്തിയത്. അതിൽ കൃത്യമായി തന്നെ ഇയാൾ മദ്യപിക്കുന്ന CCTV ദൃശ്യം ഉൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. ഇപ്പോൾ പരോൾ കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു. 21-നാണ് പരോൾ അനുവദിച്ചത്. 15 ദിവസത്തെ അടിയന്തര പരോളാണ്. ആ പരോൾ റദ്ദ് ചെയ്തു. ഇത് സംബന്ധിച്ച് അധികൃതർ പറയുന്നു, നേരത്തെ തന്നെ ഈ പോലീസിന്റെ റിപ്പോർട്ട് നേരത്തെ തന്നെയുണ്ട്. ഇന്നലെയാണ് അതിന് വിവരം പുറത്തു വന്നത്. ഈ മദ്യപിച്ചതുമായി ബന്ധപ്പെട്ട വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്, അത് പിന്നീട് നടപടി എന്ന നിലയിലേക്ക് വന്നത്. അപ്പോൾ പോലീസിന്റെ ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ ആവാം ഈ പരോൾ റദ്ദ് ചെയ്തത്. പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഈ പരോൾ റദ്ദ് ചെയ്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ചയാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരിക്കാം പരോൾ റദ്ദ് ചെയ്ത് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചത് എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം, ഇതിൽ പരോൾ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട്. ഏത് സ്റ്റേഷൻ പരിധി, നേരത്തെ അറിയിച്ച സ്റ്റേഷൻ പരിധിയിൽ കൊടിസുനി ഉണ്ടായിട്ടില്ല. കൊടിസുനി അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി. ഈ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നതാണ്. ഈ ശാരീരിക അവശതയുള്ള ആളുകളുടെ ഒക്കെ അപേക്ഷകളൊക്കെ അവിടെ നിലനിൽക്കുമ്പോഴും അതിനോട് മുഖം തിരിക്കുമ്പോഴുമൊക്കെ TP കേസിലെ പ്രതികൾക്ക് തുടർച്ചയായി പരോൾ അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം. മറ്റൊന്ന്,
അവരുടെ ജയിലിലെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അത് ഈ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നേരത്തെ കൊടിസുനിക്കെതിരെ തന്നെ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾ, അതുപോലെ ജയിലിനകത്ത് കിടന്നുകൊണ്ട് പുറത്തുള്ള പല കേസുകളിലും കൊടിസുനി അടക്കം പങ്കാളിയാകുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ, ഇതിനൊക്കെ ഇടയിലാണല്ലോ ഇങ്ങനെ ഗുരുതര സ്വഭാവത്തിലുള്ള മറ്റൊരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായി കൂടി കൊടിസുനി മാറുന്നത്. ഈ 7-ാം തീയതിയാണ് ആ പരോൾ അവസാനിക്കുന്നത്, സാധാരണ നിലയിലാണെങ്കിലെന്നാണ് മനസ്സിലാക്കുന്നത് അരുൺ പൂപ്പറമ്പ്. തീർച്ചയായും ഈ TP കേസ് പ്രതികൾക്ക് ഈ പരോൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നു വന്നിരുന്നു. വലിയ രീതിയിൽ, അതായത് കൂടുതൽ പരോളുകൾ, ഈ പരോളുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് TP കേസ് പ്രതികൾക്ക് പരോൾ നൽകുന്നു എന്ന് ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അത് മറ്റു പ്രതികൾക്കും ആ രീതിയിൽ, പ്രത്യേകിച്ച് ഷാഫി, ഷിനോജ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾക്കും അതിന്റെ കണക്കുകൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. കൊടിസുനിയുടെ കാര്യത്തിലും അടിയന്തര പരോളാണ് അനുവദിച്ചിട്ടുള്ളത്. ജൂലൈ 21-നാണ് ഈ പരോൾ അനുവദിച്ച് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി എന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഉൾപ്പെടെ റിപ്പോർട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീനങ്ങാടി CI ഈ റിപ്പോർട്ട് നൽകുകയും ചെയ്ത് അയാളുടെ സ്റ്റേഷൻ പരിധിയിൽ കൊടിസുനി ഉണ്ടായില്ല, നേരത്തെ അറിയിച്ചതുപോലെ ഉണ്ടായില്ല എന്ന് മീനങ്ങാടി CIയുടെ റിപ്പോർട്ട് കൂടിയുണ്ട്. അപ്പോൾ ഈ പരോൾ ലംഘിച്ചു എന്നതാണ്, പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നതാണ് ജയിൽ അധികൃതർ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ പരോൾ യഥേഷ്ടം അനുവദിക്കുകയും ഇതൊക്കെ ലംഘിച്ചുകൊണ്ട്, പരോളൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ TP കേസ് പ്രതികൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ മുമ്പ് പുറത്തു വരികയും ചെയ്തതാണ്, അത് വിവാദമാവുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ പെട്ടെന്നൊരു നടപടി ജയിലധികൃതർ എടുക്കുന്നു. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1 മാസം മുമ്പ് ഇയാൾക്ക് തലശ്ശേരി കോടതിയിൽ ഈ മദ്യം ഇന്നലെ രാത്രിയോടെയാണ് ആ വാർത്ത പുറത്തു വന്നത്. ഈ മദ്യം എത്തിച്ചു നൽകി എന്നുള്ള രീതിയിൽ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ഒരു നീക്കം വരുന്നത്. അത് പരോൾ വ്യവസ്ഥ ലംഘിച്ചതിനാണ് ഈ പരോൾ റദ്ദു ചെയ്തത്. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം കണ്ണൂരിൽ നിന്ന് ചേർന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഇന്നും പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ഉന്നയിക്കും. വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇരു സഭകളിലും നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും പ്രതിഷേധം തുടരും. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസം കൂടി നീട്ടിയതായി ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അറിയിക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയതാണ്. ഇന്നും സമാനമായ രീതിയിൽ വിഷയം ഉയർത്താനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പ്രതിപക്ഷത്തിന്റെ ആലോചനകൾ എങ്ങനെയാണ് ബൽറാം? വെരി ഗുഡ് മോർണിംഗ് റീജിത്ത്, സ്മിത. ഈ വിഷയത്തിൽ കഴിഞ്ഞ 3 ദിവസം പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുകയും പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഇരു സഭകളിലും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ പാർലമെന്റിന് പുറത്തുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ 2 സഭകളിലും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട നോട്ടീസുകൾ നൽകിയിരുന്നു. ഇന്നലെയും ഈ നോട്ടീസുകൾ ഇരു സഭകളിലും അധ്യക്ഷന്മാർ തള്ളി. സമാനമായി പക്ഷേ ഇന്നും ഈ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 2 സഭകളിലും നോട്ടീസ് നൽകാൻ തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം UDF MPമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുകയും ആഭ്യന്തരമന്ത്രിയിൽ നിന്നും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ തീരുമാനവും നടപടിയും ഉണ്ടാകുമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും വിഷയം പാർലമെന്റിനകത്ത് ഉന്നയിക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ചർച്ച ആവശ്യപ്പെട്ട നോട്ടീസുകൾ നൽകാൻ തന്നെയാണ് MPമാരുടെ തീരുമാനം. ഇതോടൊപ്പം തന്നെയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം. അത് പാർലമെന്റിന്റെ ആദ്യ ദിവസം മുതൽ ആരംഭിച്ച പ്രതിഷേധമാണ്. ആ പ്രതിഷേധം തുടരാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വിഷയം എന്ന നിലയിൽ US ഇന്ത്യക്ക് 25% തീരുവ ഏർപ്പെടുത്തിയ നടപടി സംബന്ധിച്ചുള്ള ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകാനും പ്രതിപക്ഷ അംഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയം ഒരു പ്രധാന ആയുധമാക്കി ഇന്നു മുതൽ ഉപയോഗിക്കാനും ധാരണയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ US തീരുവയുമായി ബന്ധപ്പെട്ട്
കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇരുസഭകളിലും വിശദീകരണം നൽകിയിരുന്നെങ്കിൽ പോലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ട് ബഹളമുയർത്തുകയും തുടർന്ന് സഭ പിരിയുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നു മുതൽ ഈ യുഎസിന്റെ തീരുവ നടപ്പാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ആലോചനയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. ഇന്നും സഭാ നടപടികൾ പ്രക്ഷുബ്ധമാകും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. സ്മിത. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കി BJP. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്ക് ബിഷപ്പ് ഹൌസിലാകും കൂടിക്കാഴ്ച. കേരളത്തിലെ BJP പ്രതിനിധി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ നടത്തിയ നീക്കങ്ങളും BJP സംസ്ഥാന നേതൃത്വം നടത്തിയ ഇടപെടലുകളും വിശദീകരിക്കും. ഇന്നലെ കൊച്ചിയിൽ സിറോ മലബാർ സഭാ അധ്യക്ഷനുമായും BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക്, തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ ക്രൈസ്തവ സഭാ നേതൃത്വം കടന്നൊരു സാഹചര്യമുണ്ട്. ഈ നീതി ലഭിക്കണം, എന്നിട്ടാകാം ചായകുടി, കേക്കുമായി വരവ് എന്നൊക്കെയുള്ള സൂചന സഭാ മേലധ്യക്ഷന്മാർ നൽകുന്നുമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ചർച്ച. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂരജ് സജി? സുരേഷ് സജിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുക. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്കാകും ഈ കൂടിക്കാഴ്ച. സുരേഷ് സജി ചേരുന്നുണ്ട്. സുരജ്, പറയൂ, കൂടിക്കാഴ്ചയിൽ ആരെല്ലാം പങ്കെടുക്കും? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ വിമർശനം. അത് സംസ്ഥാനത്തെ BJP ആണ് ആകട്ടെ, കേന്ദ്രമന്ത്രി ഉൾപ്പെടെ. അത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിലൊക്കെ വലിയ വിമർശനം കൂടി ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച. അത് നിർണായകം തന്നെയാണ്. സ്മിത, തീർച്ചയായും BJPക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾ ശക്തമാകുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ഈ വിഷയം സജീവ ചർച്ചയാകുന്നത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നുകൂടി കണക്കാക്കിക്കൊണ്ടാണ് അടിയന്തരമായി തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തടക്കമുള്ള സഭാ അധ്യക്ഷന്മാരെ കാണാനുള്ള നീക്കം. ഇന്നലെ കൊച്ചിയിലെത്തി രാജീവ് ചന്ദ്രശേഖർ സീറോ മലബാർ സഭ അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ബിഷപ്പ് ഹൌസിലെത്തി തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിനെ കാണാനുള്ള ശ്രമം. പ്രത്യേകിച്ച് കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘടനയായിട്ടുള്ള CBCAയുടെ അധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ഈ സിസ്റ്റർമാരുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നടത്തിയ ഇടപെടൽ, കേന്ദ്ര നേതൃത്വത്തിന്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെയും സമീപനം, ഇതെല്ലാം വിശദീകരിക്കും ഈ കൂടിക്കാഴ്ചയിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് പ്രത്യേക പ്രതിനിധി സംഘത്തെ അയച്ചടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കും. ജാമ്യത്തിന് വഴി തുറന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാനാണ് BJPയുടെ നീക്കം. എന്തായാലും ഈ തൃശൂർ അതിരൂപത ബിഷപ്പിനെ കണ്ടതിന് ശേഷം തുടർച്ചയായി മറ്റ് സഭാധ്യക്ഷന്മാരെയും കാണാനുള്ള നീക്കത്തിലാണ് BJP. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ അമേരിക്ക ചുമത്തിയ 25% പകരച്ചുങ്കം ഇന്ന് നിലവിൽ വരും. ഇന്ത്യയുമായി ചർച്ച നടക്കുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്നു മുതൽ അമേരിക്കയിൽ 25% അധികം നികുതി ഈടാക്കി തുടങ്ങും. ആയുധത്തിനും എണ്ണയ്ക്കും ഇന്ത്യ റഷ്യയും ചൈനയും ആശ്രയിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കുമേൽ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതിനാൽ ഇന്ത്യയിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും ട്രംപ് പോസ്റ്റിൽ അറിയിച്ചിരുന്നു. 5 വട്ടം ചർച്ചകൾ നടന്നെങ്കിലും ഇന്ത്യയും അമേരിക്കയും വ്യാപാര ഉടമ്പടിയിൽ ധാരണയിലെത്തിയിരുന്നില്ല. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, വാഹനങ്ങൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ, ആരോഗ്യമേഖലയിലെ ആവശ്യ സാധനങ്ങൾ മുതലായ വസ്തുക്കൾക്ക് ഇന്നു മുതൽ അധിക ചുങ്കം നൽകേണ്ടി വരും. സമാനമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് ചൈന, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾക്കും പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ചർച്ചകൾക്ക് ശേഷം നേരത്തെ പ്രഖ്യാപിച്ച തീരുവ കുറയ്ക്കുകയും ചെയ്തു. താരിഫ് നിർണ്ണയിക്കുന്നത് ചർച്ച ചെയ്യാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള 6ാം വട്ട ചർച്ച ഓഗസ്റ്റ് പകുതിയോടെയുണ്ടാകും. ഇതിനുശേഷം നികുതിയിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായികൾ. റിസർച്ച് ഡെസ്ക് 24.
ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ പകരച്ചുങ്കം കാർഷികോൽപ്പന്നങ്ങൾ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ, ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽസ് എന്നിവയടക്കം സാരമായി ബാധിക്കുന്ന തീരുമാനമാണ് എന്നാണ് വിലയിരുത്തൽ. US സമ്മർദ്ദത്തിന് മുമ്പിൽ വഴങ്ങില്ല എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. കഴിഞ്ഞ ദിവസം മന്ത്രി പീയൂഷ് ഗോയൽ ഇരുസഭകളിലും ഇതു സംബന്ധിച്ച് പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനിടെ NPCIയുടെ പുതിയ UPI മാറ്റങ്ങൾ ഇന്നു മുതൽ നടപ്പിലാക്കും. UPI സേവനങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നതാണ് മാറ്റം. മധു കൊട്ടാരകര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിംഗ്. ഇന്നലെ ഡൊണാൾഡ് ട്രംപ് രണ്ട് കാര്യങ്ങൾ ഒരേ സമയം തന്നെ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ സുഹൃത്താണ്, പക്ഷേ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഇടപാടുകൾ അതേക്കുറിച്ച് നമുക്കറിയില്ല, നമ്മളത് വിഷയമേ ആക്കുന്നില്ല. അതുമാത്രമല്ല, ഉയർന്ന തീരുവയാണ് ഇന്ത്യ പലപ്പോഴും ചുമത്തുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യാപാരങ്ങൾ നടക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ തന്നെയാണെങ്കിലും ഇന്ത്യക്ക് ഇതൊരു വല്ലാത്ത തിരിച്ചടിയായിരിക്കുന്നു. ഏത് രീതിയിലാണ് ഇത് നമ്മളെ ബാധിക്കുക? പിന്നെ അവിടെ നിന്നുള്ള ഒരു പ്രതികരണങ്ങൾ ഏത് രീതിയിലാണ് ഇക്കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. ഇപ്പം വൈറ്റ് ഹൗസിൽ നിന്ന് അല്പം മണിക്കൂറുകൾ മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, അമേരിക്കയുമായി വ്യാപാര ഉടമ്പടിയിൽ ഏർപ്പെടാൻ സാധിക്കാത്ത മറ്റു രാജ്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ തീരുവകളാണ് ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. അമേരിക്കയുമായി വ്യാപാര ഇടപാടുള്ള ഇന്ത്യ ഉൾപ്പെടെ 1 ഡസൻ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഈ പുതിയ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിലേക്കുള്ള ചില ഇറക്കുമതികൾക്ക് നിരക്കുകൾ 50% വരെയൊക്കെ ഉയർന്നതാണ്. ഒരു കരാറോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇത് സംബന്ധിച്ചുള്ള ഒരു കത്തോ ലഭിക്കാത്ത മറ്റ് രാജ്യങ്ങൾക്ക് ഇന്ന് രാത്രി, അതായത് അർദ്ധരാത്രിയോടുകൂടി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഒരു മറുപടി ലഭിക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരൻ ലെവിറ്റ് പറയുകയുണ്ടായി. ഇന്ത്യക്ക് 25% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വലിയ തോതിൽ അമേരിക്കയിലെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ വെല്ലുവിളികൾ എല്ലായ്പ്പോഴും വളരെ അടഞ്ഞ ഒരു വിപണിയായിരുന്നു ഇന്ത്യയുടേത്. അതായത് വളരെ ഉയർന്ന താരിഫുകൾ കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കച്ചവടം സാധ്യമാകുന്നില്ല എന്നാണ് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്. ഇതിലുപരി അമേരിക്കൻ നയങ്ങളെ എതിർക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ അടുപ്പം, റഷ്യയുമായിട്ടുള്ള വലിയ ആയുധ എണ്ണ ഇടപാടുകൾ, ഇതെല്ലാം ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതെല്ലാം ആണ് ഈ ഉയർന്ന തീരുവയ്ക്ക് ഇപ്പോൾ ഇത്തരം ഒരു തീരുമാനമെടുക്കുവാൻ കാരണമായത്. അമേരിക്കയുമായി തീരുവ പറഞ്ഞു തീർത്ത് കരാറൊക്കെ ആകാൻ ആദ്യം ശ്രമിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയായിരുന്നു. നമ്മൾ പോലും പ്രതീക്ഷിച്ചതാണ് ഇന്ത്യ അമേരിക്ക കരാർ വളരെ വേഗത്തിൽ നടക്കുമെന്ന്. എന്നാൽ ഇന്ത്യ മനഃപൂർവ്വം ചർച്ചകൾ സാവധാനത്തിലാക്കി എന്നുള്ള ഒരു വിലയിരുത്തൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതും ഈ ഉയർന്ന താരിഫിന്റെ പിന്നിലുണ്ട്. മറ്റ് പല രാജ്യങ്ങൾക്കും അടിസ്ഥാന തീരുവയായ 10% ആയപ്പോൾ കാനഡയ്ക്ക് 35% ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീലങ്ക, തൈവാൻ, വിയറ്റ്നാം ഇവർക്ക് 20%. അതുപോലെ ഈ ധാരണയിലായ ബ്രിട്ടൻ, ജപ്പാൻ, സൗത്ത് കൊറിയ, യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു അവരുമായിട്ട് ധാരണയായത്. ഇവർക്കെല്ലാം 10 മുതൽ 20% വരെയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയ തീരുവയിൽ നിന്ന് വളരെ കുറവാണ്, ഈ 10 മുതൽ 20% വരെ. എന്നാൽ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഉയർന്ന തീരുവയുമാണ്. എന്നാൽ അമേരിക്കയുമായി ഒരു ധാരണയാകാത്ത രാജ്യങ്ങൾക്ക് 50% വരെ തീരുവ ചുമത്തുമെന്ന് ഉള്ള ഒരു റിപ്പോർട്ടുകളും വാഷിംഗ്ടണിൽ നിന്ന് വരുന്നുണ്ട്. ഇതേസമയം മെക്സിക്കോയ്ക്ക് ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തെ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിലെ വില ഉയരുകയില്ല. പക്ഷേ ഈ ഉയർന്ന തീരുവ അടിച്ചേൽപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ ജനത അമേരിക്കൻ വിപണിയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ തുക കൊടുക്കേണ്ടി വരും. ഇത് ഇന്ത്യക്ക് അപ്പുറമായിട്ട് നമ്മുടെ നാട് കേരളത്തിന് വലിയ തോതിൽ ഇത് ബാധിക്കും. കാര്യം നമുക്കറിയാം, കിറ്റക്സ് പോലുള്ളവരുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ട് പോലുള്ള കടകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത്. നമ്മുടെ കയർ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സമുദ്ര ഉൽപ്പന്നങ്ങൾ, ഇവയെല്ലാം അമേരിക്കൻ വിപണിയിൽ അവരുടെ വില ഉയരുവാൻ വലിയ കാരണമാകും. സ്മിത, റീജിത്ത്. മധു, ഇതിന്റെ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി ഇതുണ്ടാക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തോടു കൂടി തിരക്കിട്ട ചർച്ചകളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അമേരിക്കയുമായൊരു ചർച്ചയ്ക്കുള്ള സാധ്യതയൊക്കെ ഇനിയുണ്ടോ? എന്തെങ്കിലും ഒരു പ്രതീക്ഷ കേന്ദ്ര സർക്കാർ തുടർ ചർച്ചകൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ചു പുലർത്തുന്നുണ്ടോ? മധു കൊട്ടാരക്കര.
ഈജിപ്ത് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദമൊക്കെ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ ചൈനയ്ക്കെതിരെ ഒരു വലിയ ഒരു വിപണിയാണ് അല്ലെങ്കിൽ ഒരു വ്യാപാരമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. രണ്ട് നേതാക്കളും ഇവർ തമ്മിൽ 500 ബില്യന്റെ വ്യാപാരം നടത്തണമെന്നുള്ള ഒരു ധാരണയായതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് വരികൾക്കിടയിൽ കൂടെ വായിക്കാൻ സാധിക്കുന്നത് റഷ്യൻ വിപണിയിൽ നിന്ന് ഇന്ത്യ വളരെ കൂടുതൽ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ അന്നു മുതൽ അമേരിക്കയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങൾ വാങ്ങണം എന്നുള്ളൊരു ക്യാമ്പയിൻ തന്നെ നടത്തി യൂറോപ്യൻ യൂണിയനെ വരെ പറഞ്ഞ് സമ്മതിപ്പിച്ചപ്പോൾ ഇന്ത്യ പോലൊരു അടുത്ത സുഹൃത്ത് റഷ്യ പോലൊരു രാജ്യത്തിൽ നിന്ന് ഇത്രയധികം സൈനിക ഉപകരണങ്ങളും ആയുധങ്ങളും എണ്ണ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നതായിരിക്കാം ഒരുപക്ഷെ പ്രകോപിപ്പിച്ചത്. തന്നെയല്ല, ബ്രിക്സ് രാജ്യങ്ങളുടെ അമേരിക്ക വിരുദ്ധ നയങ്ങൾ അത് ഡൊണാൾഡ് ട്രംപ് പല പ്രാവശ്യവും പറഞ്ഞതാണ്. പക്ഷേ ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സൗഹൃദമൊക്കെ ഈ ഒരു ധാരണയിൽ എത്തുവാനുള്ള ഒരു തടസ്സമാണ്. പക്ഷേ രണ്ട് രാജ്യങ്ങൾക്കും ഇത് പറഞ്ഞു തീർത്ത് ഒരു ഉടമ്പടി ഉണ്ടാകുന്നതായിരിക്കും നല്ലത്. തന്നെയുമല്ല, അമേരിക്ക പറയുന്നത് ഏതാണ്ട് $45 ബില്യൺ വ്യാപാര കമ്മി ഇന്ത്യയുമായിട്ട് ഉണ്ട്. അതും ഒരു വലിയൊരു വിഷയമായിട്ട് ഒരു മാർഗതടസ്സമാണ് ഒരു കരാറിലേക്ക് എത്തുവാൻ. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ മറ്റൊരു പോസ്റ്റും ട്രൂത്ത് സോഷ്യലിൽ എത്തിയിരുന്നു. പാകിസ്ഥാനുമായുള്ള പുതിയ വ്യാപാര കരാർ ഒപ്പിടുന്നതിന്റെ ധാരണയെക്കുറിച്ചെല്ലാം തന്നെ. അതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. മധു കൊട്ടാരക്കരയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തോടെ ആശങ്കയിലാണ് കേരളത്തിലെ പല വ്യവസായങ്ങളും. സമുദ്രോൽപ്പന്നങ്ങൾ, കയർ, മരുന്നുകൾ, വസ്ത്രം എന്നിങ്ങനെ പല മേഖലകളെയും ട്രംപിന്റെ പ്രഖ്യാപനം ബാധിക്കും. ഇന്ത്യൻ സംരംഭകരെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയും അധിക പിഴയും ചുമത്തുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ പണം നൽകേണ്ടി വരും. അമേരിക്കയിലേക്ക് ഇന്ത്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് മരുന്നുകൾ, സമുദ്രോൽപ്പന്നങ്ങൾ, വസ്ത്രം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ്. ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണി US തന്നെയാണ്. കേരളത്തിലെ 130ഓളം കയറ്റുമതി അധിഷ്ഠിത സമുദ്രോൽപ്പന്ന യൂണിറ്റുകൾക്കും ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും ഇത് തിരിച്ചടിയാകും. നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ ഇനി പെനാൾട്ടീസ് അഡീഷണൽ, വി ഹാവ് നോ ഐഡിയ അത് എത്രയാണെന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നു അതൊരു 10% ആയിരിക്കുമെന്ന്. ദാറ്റ് മീൻ 25 + 10 + 10, സോ 45% എന്ന് പറഞ്ഞാൽ ഏത് കച്ചവടത്തിനാണ് അത് സഹായകരമാവുക? 45% താരിഫ് കൊടുത്തിച്ച്. അതാണ് അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ് ഇന്ത്യയിൽ. സമുദ്രോൽപ്പന്ന വിപണിയിൽ ഇന്ത്യക്ക് 40% വിഹിതമുള്ളതിനാൽ ഫലത്തിൽ ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടാകും. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഡിസിഷൻ പോലും എഫക്ട് ചെയ്യുന്നത് ഒരു ഫാമിലെ ഒരു പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ പോലും ഡയറക്ട്ലി എഫക്റ്റ് ആവുന്നു എന്നതാണ് ഈ ഇൻഡസ്ട്രീനേക്കാളും കൂടുതൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം ഇന്ത്യയുടെ 45% ഇപ്പോഴും അമേരിക്കയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് താഴേക്ക് പോകും ഫോർ ഷുവർ. കേരളത്തിലെ കയറ്റുമതി സ്ഥാപനങ്ങൾ പ്രതിവർഷം ഏകദേശം 8,000 കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. US വിപണിയിൽ ചെലവ് കൂട്ടുന്നതോടെ യൂറോപ്യൻ, ചൈന വിപണികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. കൂടുതൽ തീരുവ ചുമത്തിയ അമേരിക്കയുടെ തീരുമാനം ഇന്ത്യയെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും. സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്തുക, അതിനുശേഷം പിൻവലിക്കുക എന്ന തന്ത്രമാണ് എന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും ട്രംപിന്റെ ഈ തീരുമാനം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയാകെ തന്നെ ബാധിക്കുമെന്ന് തന്നെ പറയാം. സൂര്യശ്രീ, 24, കൊച്ചി. ആരോഗ്യവകുപ്പിനെ വീണ്ടും സമ്മർദ്ദത്തിലാക്കി ഡോക്ടർ ഹാരിസ് ഹസൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന വെളിപ്പെടുത്തലിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും നിലപാടിൽ മാറ്റമില്ല. വീണ്ടും പരസ്യ പ്രതികരണം നടത്തിയതോടെ ആരോഗ്യവകുപ്പ് കടുത്ത അതൃപ്തിയിലാണ്. വിശദീകരണം ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം തനിക്കെതിരായ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വ്യാജമാണെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ആണ് ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം. സലിം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലിം, ഇക്കാര്യത്തിൽ ഡോക്ടർക്കെതിരെ ഒരു നടപടി അതുണ്ടാകില്ല എന്നാണ് കരുതിയിരുന്നത്. ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ അത് ഉണ്ടായിരുന്നില്ല. വലിയ വിമർശനങ്ങൾക്ക് അത് കാരണമായേക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഒരു നടപടി, കാരണം കാണിക്കൽ നോട്ടീസ് എത്തിയിരിക്കുന്നു. പക്ഷേ അതിൽ കൃത്യമായിട്ട് തന്റെ നിലപാട് ആവർത്തിക്കുകയാണോ ഡോക്ടർ?
സ്മിത, റീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഹസൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പ് ഒരു നടപടിയെക്കുറിച്ച് ആലോചിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് വലിയൊരു പിന്തുണ ഡോക്ടർ ഹാരിസ് ഹസന് ലഭിക്കുന്നത്. അതിന് പിന്നാലെ ആ നടപടി എന്നുള്ള കാര്യത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. പകരം അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഹസൻ ഉയർത്തിയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുകയായിരുന്നു സർക്കാർ ആദ്യഘട്ടത്തിൽ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ളത് തെളിയുകയും പിന്നാലെ തന്നെ അതിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. പിന്നാലെ ആ വിഷയം പൊതുമധ്യത്തിൽ നിന്ന് മാറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി, കാരണം കാണിക്കൽ നോട്ടീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ ആളുകളുടെ ശ്രദ്ധ പോയതിന് പിന്നാലെ ഹാരിസ് ഹസനെതിരെ ഒരു പ്രതികാര നടപടി എടുക്കുകയാണ് എന്നുള്ളൊരു ആരോപണം ശക്തമാണ്. ഡോക്ടർ ഹാരിസ് ഹസൻ തന്നെ ആ വിഷയം ആ നിലയിൽ തന്നെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് പ്രതികാര നടപടിയാണ് തനിക്ക് നേരെ ഉള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നതൊക്കെ വ്യാജമാണ് എന്നുള്ളത് കൂടി പറയുന്നു. താനോ ശസ്ത്രക്രിയ മുടക്കി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട്. അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ അതിന് താൻ മറുപടി നൽകാൻ തൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. താൻ ഏതെങ്കിലും നിലയിൽ ശസ്ത്രക്രിയ മുടക്കിയിട്ടില്ല, ഉപകരണങ്ങളുടെ ക്ഷമം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സത്യമാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഹാരിസ് ഹസൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഉപകരണങ്ങളുടെ ക്ഷമം നിലവിൽ ഇപ്പോഴുമുണ്ട് എന്നുള്ളതാണ്. അത് വീണ്ടും ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകൾ ഈ കാരണം കാണിക്കൽ നോട്ടീസോടുകൂടി ഇനി തൽക്കാലം പ്രതികരിക്കാനില്ല എന്നൊരു നിലപാട് ഹാരിസ് ഹസൻ സ്വീകരിക്കും എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പ് വിലയിരുത്തിയിരുന്നത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. വീണ്ടും തുറന്നു പറച്ചിലുകളുമായി ഡോക്ടർ ഹാരിസ് ഹസൻ സജീവമാകുന്നതോടെ ആരോഗ്യവകുപ്പ് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. റിജിത്ത്, സ്മിത. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 95 പേരെ അറസ്റ്റ് ചെയ്തു. 1681 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ 84 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പിടിയിലായവരിൽ നിന്ന് MDMA, കഞ്ചാവ് എന്നീ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. അമേരിക്കയുടെ താരിഫ് ഭീഷണിയിൽ പ്രതികരിച്ച ഡോക്ടർ ശശി തരൂർ MP. വ്യാപാര ബന്ധങ്ങൾ രൂപീകരിക്കേണ്ടത് സൗഹൃദം കൊണ്ടാകണം, ഭീഷണി കൊണ്ടാകരുതെന്ന് ശശി തരൂർ പറഞ്ഞു. അമേരിക്കയുടെ ഈ നിലപാട് കടുത്ത സമ്മർദ്ദത്തിന്റെ ഭാഗമെന്നും ശശി തരൂർ. തിരുവനന്തപുരം മുതലപ്പുഴയിലെ ഹാർബർ നവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി രമേശ് ചെന്നിത്തല. കന്യാസ്ത്രീകളുടെ മോചനം ഏതു വിധത്തിലും തടയാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്നും ചെന്നിത്തല. കടുത്ത വകുപ്പുകൾ ചുമത്തി കേസ് NIA കോടതിയിലേക്ക് മാറ്റുന്നതിന് പിന്നിൽ കന്യാസ്ത്രീകളുടെ മോചനം തടയാനുള്ള ഗൂഢാലോചനയെന്നും ആരോപണം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വേർപാടിൽ CPIM സംസ്ഥാന കമ്മിറ്റിയുടെ അനുശോചന സമ്മേളനം ഇന്ന് വൈകിട്ട് 4-ന് കനകക്കുന്നിലാണ് പരിപാടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. ധർമ്മസ്ഥലയിലെ നിഗൂഢതകളുടെ ചുരുളഴിയുന്നു. ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഇന്നും മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തും. 7ാം സ്പോട്ടിലാണ് ഇന്ന് പരിശോധന ആരംഭിക്കുക. റോഡിനോട് ചേർന്നുള്ള സ്പോട്ടുകളും ഇന്ന് പരിശോധിക്കും. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നലെ 6ാം സ്പോട്ടിൽ നിന്ന് അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ കാലപ്പഴക്കമടക്കം പരിശോധിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. DGP പ്രണബ് മൊഹന്തി ഇന്നലെ രാത്രി ബെൽത്തങ്ങാടി SIT ഓഫീസിൽ എത്തി. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ്, ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാവിലെ മുതൽ അന്വേഷണ പരിശോധന നടത്തുമ്പോൾ കാര്യമായൊന്നും കിട്ടുന്നില്ല. പിന്നെ ഉച്ചയോടുകൂടി ഒരു അസ്ഥികൂടം കിട്ടുന്നു. അതിനുശേഷം അതേ തുടർന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നമ്മുടെ ഇത് വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇയാൾ വെറുതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് രൂക്ഷമായ ഭാഷയിൽ തന്നെ. പക്ഷേ ഈ അസ്ഥികൂടം ലഭിച്ചതിന് ശേഷം കാര്യങ്ങൾ തിരിഞ്ഞു. ഇന്നിപ്പോൾ എവിടെയെല്ലാം പരിശോധനയുണ്ടാകും? ഏതെല്ലാം തരത്തിലാണ് പരിശോധന പോവുക? ഗുഡ് മോർണിംഗ് TK, സ്മിത. ഏറ്റവും പ്രധാനം ഇന്നത്തെ പരിശോധന ഒരുപക്ഷെ റോഡിന് സൈഡിലുള്ള സ്പോട്ടുകളിലായിരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഭാഗത്തിന് ഒരുപക്ഷെ ഇന്ന് പരിശോധന നടത്തുന്ന സ്ഥലങ്ങൾ അത്തരത്തിലുള്ളവയാണ്. പക്ഷേ ഇവിടെ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയുണ്ട്, ഇടവിട്ട് ശക്തമായി തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ തന്നെ ഈ സ്പോട്ടുകളൊക്കെയും ഷീറ്റിട്ട് മറച്ചിരുന്നു.
പക്ഷേ രാത്രി മുതൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഴിയെടുപ്പ് അത് ഇടയ്ക്ക് മഴ പെയ്താലും ഒക്കെ സാരമായി അതിനെ ബാധിക്കും. മാത്രമല്ല ഈ കാടിനുള്ളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന ചാലുകൾ പലതും ഇത്തരത്തിൽ ഈ സ്പോട്ടുകൾക്ക് സമീപമാണ്. അപ്പോൾ അത് ഒരടിയൊക്കെ കുഴിക്കുമ്പോഴേക്കും വലുതായി വെള്ളം കാണുകയും അത് പിന്നീട് പമ്പ് സെറ്റ് ഉപയോഗിച്ച് വറ്റിക്കുകയും ഒക്കെ ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. അപ്പോൾ ഇന്നത്തെ തെരച്ചിൽ ഒരുപക്ഷെ കുറച്ചുകൂടിയൊക്കെ ദുസ്സഹമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 6-ാം നമ്പർ സ്പോട്ടിലും ഇത്തരത്തിൽ കുഴിയെടുത്തപ്പോൾ വെള്ളം കണ്ടിരുന്നു. പിന്നീട് പമ്പ് സെറ്റ് ഉപയോഗിച്ച് അത് വെള്ളം വറ്റിച്ച ശേഷമാണ് പരിശോധന നടത്തിയത്. അതിൽ നിന്നാണ് 15 അസ്ഥികൾ കണ്ടെത്തിയത്. ഈ അസ്ഥികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആദ്യഘട്ടത്തിൽ ഇതൊക്കെയും സൂക്ഷിച്ചു വെക്കുക, പിന്നീട് ഒരുമിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളൊരു നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നു. ഇന്നലെ DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിൽ SIT സംഘം ഈ അസ്ഥികൾ ലഭിച്ചതിനു ശേഷം നിർണായകമായിട്ടുള്ളൊരു യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ വേണ്ട കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇനി ഉണ്ടാവുക 7-8 സ്പോട്ടുകളിലുള്ള പരിശോധനയാകും പ്രധാനമായും ഉണ്ടാകുക. അതിൽ 7-ാമത്തെ സ്പോട്ടിൽ നിന്ന് ഒരുപക്ഷെ അസ്ഥികൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് അത് മഹസറൊക്കെ തയ്യാറാക്കി ഒരുപക്ഷെ 7-ൽ മാത്രമാകും പരിശോധന ഇന്ന് ഉണ്ടാവുക. മാത്രമല്ല നിലവിലൊരു കൃത്യമായ SOP രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദ വിവരങ്ങൾ ഇനി പുറത്തു വരാനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ശുചീകരണ തൊഴിലാളി ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ സ്പോട്ടുകളിലേക്കാണ് ഇനി പരിശോധന വരുന്നത്. എന്തായാലും ഇന്നലെ അദ്ദേഹം പറഞ്ഞതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കുന്നു. അത് എന്തെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തിന് വാലിഡിറ്റി ലഭിച്ചിരിക്കുന്നു. ഇന്നുവരെ അത് നൽകാത്തവർ അദ്ദേഹത്തിന് വാലിഡിറ്റി നൽകേണ്ട ഒരു സ്ഥിതി കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നുമൊക്കെ നിർണായകമായിട്ടുള്ള ദിവസമാണ്. ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ കേവലം ന്യായീകരണങ്ങൾ മാത്രം പോരാ എതിർവശത്തിന്, അവർ കൃത്യമായിട്ടുള്ള വിശദീകരണം കൂടി നൽകേണ്ടി വരും. സ്മിത. മുഹമ്മദ് റഹീസ് ധർമ്മസ്ഥലയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇന്ന് 7-ാം സ്പോട്ടിലാണ് പരിശോധന നടക്കുക. എന്തെങ്കിലും കണ്ടെത്തുമോ എന്നുള്ള കാര്യമൊക്കെ വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. ഇനി ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി പൗരത്വ രേഖകൾ ആവശ്യപ്പെട്ട് ആക്രമിച്ച സംഭവം ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകിയ 7 പേർക്കെതിരെ കേസെടുത്തു പോലീസ്. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവാവ് ജന്മദിനാഘോഷത്തിന്റെ പേരിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്ന പരാതിയുമായി IT ജീവനക്കാരി. ഹൈദരാബാദ് മണികൊണ്ട സ്വദേശിനിയായ 25-കാരിയാണ് യുവാവിനെതിരെ പരാതി നൽകിയത്. ഹരിയാനയുടെ ദുരന്ത നിവാരണ വകുപ്പിനായി തയ്യാറാക്കിയ ഔദ്യോഗിക വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി നയാബ് സിംഗ്. സുതാര്യത ഉറപ്പാക്കാനും ജനങ്ങളുമായി കൂടുതൽ അടുക്കാനും വെബ്സൈറ്റ് ഉപകാരപ്പെടുമെന്ന് ഹരിയാന മുഖ്യമന്ത്രി. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അടക്കി ഭരിക്കാനുള്ള ശ്രമമാണ് BJP സർക്കാർ നടത്തുന്നതെന്ന് CPI നേതാവ് ആനി രാജ. ഇടതുപക്ഷ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷമായിരുന്നു ആനി രാജയുടെ പ്രതികരണം. വ്യാജ ആധാറും ഇന്ത്യൻ രേഖകളും കൈവശമായി വെച്ച് അനധികൃതമായി കൊൽക്കത്തയിൽ താമസിച്ച ബംഗ്ലാദേശി മോഡൽ അറസ്റ്റിൽ. ബംഗ്ലാദേശിലെ ബാരിസാൽ സ്വദേശിനി ശാന്തപാലിനെയാണ് കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തത്. സിറ്റി കോടതിയിൽ ഹാജരാക്കിയ ശാന്തപാലിനെ ഓഗസ്റ്റ് 8 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്നലെ രാത്രി നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യം പതിഞ്ഞത്. വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പുലിയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, വലിയ ആശങ്കയിലാണ് നാട്ടുകാരുള്ളത്. എന്താണ് വനംവകുപ്പിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നീക്കങ്ങൾ? നാട്ടുകാർ പറയുന്നത് എന്താണ് ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതിന് പിന്നാലെ? ഗുഡ് മോർണിംഗ് റീജിത്ത്, സ്മിത. ഇപ്പോൾ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങിയിരിക്കുന്നു. പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ഈ മണ്ണാർമല. ഇവിടെ ഇന്നലെ രാത്രി നാട്ടുകാർ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറയിൽ 7:38 കൂടിയാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. പല തവണയായി ഈ പുലി ഈ പ്രദേശത്ത് കണ്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 6 മാസത്തിന്റെ ഇടയ്ക്ക് 10-ലേറെ തവണ ഈ പുലിയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയുകയും അവിടുത്തെ നാട്ടുകാർ പുലിയെ നേരിട്ട് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൂടി വാഹനങ്ങൾ പോകുമ്പോൾ പുലി കുറുകെ ചാടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പ്രദേശത്ത് വളരെ വലിയ പ്രക്ഷോഭങ്ങൾക്കൊക്കെ ശേഷം വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ ഈ കൂട്ടിലും പുലിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഭീതി നിലനിൽക്കുന്നതിനിടയിലാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ വീണ്ടും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം ശക്തമാക്കാനും ഈ പുലിയെ പിടികൂടാൻ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഇതിനോടകം തന്നെ മുന്നോട്ട് വെക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് അവശനായിട്ടുള്ള ഒരു പുലിയല്ല. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അക്രമകാരിയാവാനൊക്കെയുള്ള ഒരു സാധ്യത നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, സ്മിത. ശരി.
വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. റാപ്പർ വേടൻ പ്രതിയായ ബലാത്സംഗ കേസിൽ അന്വേഷണം ആരംഭിച്ച തൃക്കാക്കര പോലീസ് ഇന്നലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. രഹസ്യമൊഴിയുടെ പകർപ്പ് കൂടി ലഭ്യമായ ശേഷം വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് നീക്കം. അതേസമയം വേടൻ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നാണ് വിവരം. വിവാഹ വാഗ്ദാനം നൽകി 2021 മുതൽ 2023 വരെ 5 തവണ പീഡിപ്പിച്ചു എന്നാണ് പരാതി. റാഫി കരീം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റാഫി, ഇന്നലെ പരാതിക്കാരിയുടെ അഭിഭാഷക പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൂടുതൽ ഈ മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ പ്രൈവസി, സ്വകാര്യത, അത് നശിപ്പിക്കാത്ത രീതിയിലാകണം എല്ലാ കാര്യങ്ങളും. കാര്യം നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ വേണം എന്നാണ് തോന്നുന്നത്. ഇന്നിപ്പോൾ ഏതെല്ലാം രീതിയിലാണ് ഈ നിയമ നടപടി പോവുക? തീർച്ചയായും ഇന്നിപ്പോൾ വേടന്റെ ഭാഗത്തു നിന്ന് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം റാഫിയിലേക്ക് എത്താം. റാപ്പർ വേടൻ പ്രതിയായ ബലാത്സംഗ കേസിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് തൃക്കാക്കര പോലീസ്. ഇന്നലെ പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ വേടനെ ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. രഹസ്യമൊഴിയുടെ പകർപ്പ് കൂടി ലഭ്യമായ ശേഷം വേടനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നീക്കം. കേസ് കോഴിക്കോട്ടേക്ക് കൈമാറുമോ എന്ന കാര്യത്തിലടക്കം ചോദ്യങ്ങൾ ബാക്കിയാണ്. അതേസമയം വേടൻ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഗുരുതരമായ ആരോപണമാണ് വേടനെതിരെ ഇങ്ങനെയൊരു പരാതിക്കാരി ഉയർത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി 2021 മുതൽ 2023 വരെ 5 തവണ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. പരാതിയിൽ പറയുന്ന ആദ്യ പീഡനമുണ്ടായിരിക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. അതുകൊണ്ട് കേസ് കോഴിക്കോട്ടേക്ക് കൈമാറുമോ എന്ന കാര്യത്തിലൊക്കെ സംശയം നിലനിൽക്കുന്നുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. റാഫി, തുടരാം. റാഫി, ഇന്ന് വേടന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള നീക്കമാണ്. ഈ കേസ് ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട്, സാങ്കേതിക തടസ്സമാണെന്നാണ് മനസ്സിലാക്കുന്നത്. പരിഹരിച്ചതിനു ശേഷം റാഫി വീണ്ടും നമുക്കൊപ്പം ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. നോക്കാം ഇനി കായിക വാർത്തകൾ. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ മികച്ച ഒന്നാം ഇന്നിംഗ്സ് സ്കോറിനായി ഇന്ത്യ പൊരുതുന്നു. ഒന്നാം ദിവസത്തെ കളി നിർത്തുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 204 റൺസ് എന്ന നിലയിലാണ്. 52 റൺസ് എടുത്ത കരുൺ നായരും 19 റൺസ് നേടിയ വാഷിംഗ്ടൺ സുന്ദറുമാണ് പുറത്താകാതെ നിൽക്കുന്നത്. സായ് സുദർശൻ 38ഉം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 21 റൺസ് എടുത്ത് പുറത്തായി. ഇംഗ്ലണ്ടിനായി ജോഷ് ടങ്ങും ഗസ് അറ്റ്കിൻസണും 2 വിക്കറ്റ് വീഴ്ത്തി. നോക്കാം ഇനി ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. ഫലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള കനേഡിയൻ പ്രധാനമന്ത്രി മാക്കാണിയുടെയും മാൾട്ട പ്രധാനമന്ത്രി റോബർട്ട് അബേലയുടെയും പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തു കുവൈറ്റ്. തീരുമാനത്തെ പ്രശംസിച്ച് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം. ഗസയിൽ കൊടും ക്രൂരത തുടർന്ന് ഇസ്രയേൽ. ഗസ മുനമ്പിൽ ഭക്ഷണം കാത്തുനിന്ന 48 പേർ കൂടി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടയിൽ 111 പേർ കൊല്ലപ്പെട്ടതായും 800-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 വയസ്സുകാരൻ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് റഷ്യ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന് അധികൃതർ. അയർലൻഡിൽ ഇന്ത്യൻ വംശജനായ സീനിയർ ഡാറ്റാ സയന്റിസ്റ്റിന് നേരെ വംശീയ ആക്രമണം. സന്തോഷ് യാദവ് എന്ന ഇന്ത്യൻ വംശജനാണ് 6 കൗമാരക്കാർ ചേർന്ന് തന്നെ ആക്രമിച്ചതായി വെളിപ്പെടുത്തിയത്. ഡബ്ലിനിലെ അപ്പാർട്ട്മെന്റിന് സമീപം ഉലാത്തുമ്പോഴായിരുന്നു പ്രകോപനമില്ലാതെ ആക്രമണം. കൗമാരക്കാർക്കുള്ള സോഷ്യൽ മീഡിയ നിരോധനത്തിൽ യൂട്യൂബിനെ ഉൾപ്പെടുത്തി ഓസ്ട്രേലിയ. യൂട്യൂബിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള മുൻ തീരുമാനം റദ്ദാക്കിയാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അവധിക്കാലം മഴക്കാലത്തേക്ക് മാറ്റണോ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യത്തിന് മികച്ച പ്രതികരണം. മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് 6000-ലധികം പേരാണ് കമന്റിലൂടെ പ്രതികരിച്ചത്. ഏപ്രിൽ മെയ് മാസത്തെ അവധിക്ക് പകരം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസത്തിൽ അവധി നൽകിയാലോ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ചോദ്യത്തെ കൂടുതൽ പേരും പിന്തുണയ്ക്കുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഒരു നല്ല ചർച്ചയായത് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്.
എതിർത്തുള്ള പ്രതികരണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും കൂടുതലായും അതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാർ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് സലീം? അതൊരു തീരുമാനം എന്ന നിലയിലേക്ക് മാറിയിട്ടില്ല. പക്ഷെ ഒരു അഭിപ്രായ രൂപീകരണമാണ് മന്ത്രി ലക്ഷ്യമിടുന്നത്. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾക്ക് ശേഷം അത്തരത്തിലേക്കൊരു നിലപാടിലേക്ക് പോകാം എന്നുള്ള നിലയിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ആ ചർച്ച തുടങ്ങി വെച്ചതിന് പിന്നാലെ അതിന് നല്ല പ്രതികരണം, അത് രണ്ട് വശവും ചിന്തിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ടഭിപ്രായം ആ വിഷയത്തിൽ ഉണ്ടെങ്കിൽ പോലും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കൂടുതലും അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത്. അത് മാറ്റുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ മഴക്കാലത്തിന്റെ ഒരു രീതിയൊക്കെ വെച്ച് എന്നുള്ള കമന്റുകളാണ് കൂടുതലായി വരുന്നത്. അതേസമയം അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ തെറ്റായ നിലപാടാണ് എന്ന് KPSTA, AHSTA തുടങ്ങിയ പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിൽ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നല്ലതാണ്, പക്ഷേ ആദ്യം പരിഹരിക്കേണ്ട വിഷയങ്ങൾ അതല്ല എന്നുള്ളതായിരുന്നു ഈ വിഷയത്തിലെ KSUവിന്റെ നിലപാട്. എന്തായാലും വേനൽക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. കടുത്ത വേനലിൽ ക്ലാസുകൾ നടത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന നിലപാടാണ് ഒരു വിഭാഗത്തിനെതിരെ എതിർക്കുന്നവർക്കുള്ളത്. പഠനത്തിലോ ആലോചനയിലേക്കോ ഇതുവരെയും പോയിട്ടില്ല. അതിനു മുൻപ് പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുക എന്നുള്ള മന്ത്രിയുടെ തീരുമാനത്തെ പ്രശംസിക്കുന്നവരുമുണ്ട്. സ്മിത. ശരി, സലീം മാലിക് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം, പഠനത്തിന് ശേഷമൊക്കെ നടപ്പിലാക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷേ പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുക എന്ന നടപടിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നാലെ ഒരുപാട് പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു ഇന്നു മുതൽ നടപ്പാക്കും. കുട്ടികളിൽ ശരിയായ പോഷണം ലഭിക്കുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത്. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, അതുപോലെ കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകണം എന്നാണ് നിർദ്ദേശം. മാസത്തിൽ 20 ദിവസത്തെ ഭക്ഷണ മെനു സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 6.78 രൂപയും 6 രൂപ 78 പൈസയും, 6 മുതൽ 8 വരെയുള്ള കുട്ടികൾക്ക് 10 രൂപ 17 പൈസയുമാണ് ഒരു ദിവസം ലഭിക്കുക. സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്പോൺസർമാരുടെ സഹായത്തോടെ പുതുക്കിയ മെനു നടപ്പിലാക്കാനാണ് നിർദ്ദേശം. റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം ഇന്ന് ആരംഭിക്കും. നടക്കാവ് മുൻ SHO PK ജിജീഷ്, SI ബിനു മോഹൻ, സീനിയർ CPOമാരായ MP ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെയാണ് അന്വേഷണം. ഷഹദ് റഹ്മാനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് രജിത്ത്, സ്മിത. ഈ കേസ് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ്. ഇതിൻ്റെ പല തരത്തിലുള്ള ഘട്ടങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. കാരണം ഈ കേസിൽ ഇതിൻ്റെ ഗോൾഡൻ അവർ ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പോലീസുകാർക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ നടക്കാവ് മുൻ SHO PK ജിജീഷ്, SI ബിനു മോഹൻ, സീനിയർ CPOമാരായ MP ശ്രീകാന്ത്, KK ബിജു എന്നിവർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ CCTV ശേഖരിക്കുന്നതിൽ പിഴവ് സംഭവിച്ചു. ഒപ്പം തന്നെ ഈ കേസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിലും ഇത്തരത്തിൽ പിഴവ് സംഭവിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ളത്. മാമിയുടെ കുടുംബവും ഈ വിഷയം നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. 3 മാസമാണ് ഇവർക്ക് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG ആണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. 2 മാസത്തിനകം അന്വേഷണം, 2 മാസമാണ്, 3 മാസമല്ല, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശമുള്ളത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു.